കൊല്ലത്ത് 2.5 വയസ്സുകാരിക്ക് തെരുവു നായയുടെ കടിയേറ്റു. സജീർ സൗമ്യ ദമ്പതികളുടെ മകൾ ഹഫ്സയ്ക്കാണ് നായയുടെ കടിയേറ്റത്. ചിതറ തലവരമ്പിലായിരുന്നു ഈ സംഭവം. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. സുജിത്ത്, അത് എങ്ങനെയാണ് ഈ കുഞ്ഞിന്, ഈ ചെറിയ കുട്ടിക്ക്, വളരെ കുഞ്ഞു കുട്ടിയാണല്ലോ, 2.5 വയസ്സുള്ള കുട്ടിക്ക് തെരുവു നായയുടെ കടിയേറ്റത്? അതെ വിജയകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ട് നിന്ന കുട്ടിയുടെ കയ്യിൽ തെരുവുനായ കടിച്ചത്. കുട്ടിയുടെ വലതു കൈയിൽ ഈ നായ കടിച്ചു വലിക്കുകയായിരുന്നു. കുട്ടി കരയുന്നത് കേട്ടുകൊണ്ട് അമ്മ സൗമ്യ ഓടിയെത്തിയാണ് നായയിൽ നിന്നും കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. തുടർന്ന് കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രതിരോധ വാക്സിൻ നൽകുകയും ചെയ്തു. തുടർ ചികിത്സയ്ക്കായി നാളെ തന്നെ കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു സംഭവം, ഈ കുഞ്ഞിനെ കടിച്ച സ്ഥലത്തിന് അല്പം മാറിയാണ് കുറച്ചു നാളുകൾക്ക് മുമ്പ് മറ്റൊരു 3 വയസ്സുകാരിക്കും തെരുവുനായയുടെ ആക്രമണമേറ്റത്. പ്രദേശത്ത് തെരുവുനായ ശല്യം വലിയ രീതിയിൽ രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലധികം നാട്ടുകാരടക്കം പരാതി നൽകിയിട്ടും കാര്യമായ ഒരു നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ഏതായാലും കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ ലഭ്യമാക്കിയിട്ടുണ്ട്. നാളെ കുട്ടിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് തുടർ ചികിത്സയിൽ ലഭ്യമാക്കും. വിജയകുമാർ. യെസ്, 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ് തെരുവുനായ വീട്ടുമുറ്റത്ത് നിന്ന് ആക്രമിച്ചത്. അതിൻ്റെ കയ്യിൽ കടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് സുജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അമ്മ ഓടിയെത്തി കുട്ടിയെ രക്ഷിക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.